ഇപ്പൊ ചേട്ടൻ എന്താ വണ്ടി ഓടിക്കാത്തപ്പോ? എന്നോട് വണ്ടി ഓടിക്കരുതെന്നാ പറഞ്ഞത്. ആര്? ഞാൻ തന്നെ. കുഴപ്പമില്ല. ഇത് വണ്ടി ഇവർക്കാ വണ്ടി ഇടിച്ചെങ്കിലും കേട് സംഭവിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങി എനിക്കാ. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാ. എനിക്ക് ഞാനെന്താ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാ. അപ്പൊ ഞാൻ വന്നില്ല, നിങ്ങൾ പോയിട്ട് വന്ന് ഞാൻ കിടക്കുക. ഫോൺ എടുത്തപ്പോ ചേട്ടായി നമ്മുടെ വണ്ടി ഇടിച്ച് താറും. ഞാൻ എണീറ്റ് ഓടി വാതിൽ എവിടെ ഇടിച്ച് അവിടെയൊക്കെ ഇടിച്ച് അവിടത്തേലും കൂടുതൽ പരിക്കാട്ടാ ഞാൻ ഓടി അവിടെ ചെന്നത്. ഓക്കെ, നമുക്ക് അപ്പുറത്ത് പോവാം. ഇവിടെ സെൽഫി സ്റ്റിക്ക് ആണല്ലോ, ഭയങ്കര ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരല്ലോ നിങ്ങള്. ഷൂട്ടിംഗ് അല്ല, ഇതാണ് എന്റെ. ഞാന് ഒരു ദിവസം രാത്രി 2 സിനിമയൊക്കെ കാണും. അയ്യോ, അത് പറയാനുണ്ട്. അപ്പൊ ഇവിടെ ഈ ട്രൈപ്പോഡ് ഇവിടെ വെക്കും. എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് മൊബൈലിലാണ് ഞാൻ സിനിമ കാണുന്നത്. 2 സിനിമ കണ്ടിട്ട് കിടക്കുള്ളൂ. അങ്ങനെ സിനിമ കണ്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി മെഡിക്കൽ ടെസ്റ്റിലെ ഡോക്ടറെ കണ്ടിരുന്നു. ന്യൂറോനെ കണ്ട് മരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഉറങ്ങിയത്. ഇപ്പൊ ഒരു സിനിമ കാണും, എന്നിട്ട് പിന്നെ കിടക്കും. അത് കാണുന്നത് സോംബി പടോ, ഫുള്ള് ഹൊറർ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കിട്ടുന്ന എനിക്കിട്ട് എന്റെ തല ഇടിച്ച് ചമ്മന്തി ആക്കുക. ഒരു ദിവസം ഞാനേ ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അവളെ എടുത്തു പിടിച്ചോണ്ട് ഇത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ജോർലിനെ ഇവിടെ കിടക്കുക. അപ്പൊ രാത്രി ഞാനും സോഹൻ സീനിലല്ലേ ഡയറക്ടർ, രണ്ടുപേരും കൂടി കാട്ടിക്കൂടി പോയിക്കൊണ്ടിരിക്കുകയും. അപ്പൊ മൊത്തം സോംബികള്, പൊളിഞ്ഞ വണ്ടി, ഇതൊക്കെ ആ. അപ്പൊ ഞാൻ ആദ്യം വന്ന സോംബികളൊക്കെ ഞാൻ ഇടിച്ച് താഴ്ത്തിട്ട് എന്നിട്ട് സോഹനൊക്കെ ഇപ്പൊ കാണാറില്ല, ഒരു കരച്ചിൽ കേൾക്കണം. അപ്പുറത്ത് ഒരു ചെറിയ പല കടിച്ച വീട്ടിൽ, ഇംഗ്ലീഷ് വീടാണല്ലോ കാടിനകത്ത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോ എന്നെക്കാളും 2 അടി പൊക്കമുള്ളൊരു സോംബി. ഞാൻ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് ഞാൻ തെറിച്ചു വിടുന്നു. നേരെ അവിടെ നിന്ന് ഒരു പൈപ്പ് എടുത്തു ഒറ്റ അടി കൊടുത്തു. അയ്യോ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചില്. ഇതിന്റെ തലക്കെട്ടാ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടല്ലോ. അല്ല, സീരിയസ് ആയിട്ട് ഇടിച്ചിട്ട് ഞാൻ സോറി ഇല്ല ഏട്ടാ, എനിക്ക് വേദന എടുത്തില്ല, മരവിച്ചു പോയതാ, എനിക്ക് വേദന എടുത്തില്ല. ഒരു ഇങ്ങനെ കൊണ്ടത് എനിക്ക് ഇങ്ങനെ ഇടിച്ചപ്പോഴ് ഇവിടുന്ന് ഇങ്ങനെ, അന്ന് എനിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് ഞാൻ ഉറക്കത്തിലാണല്ലോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ അയ്യോ ചോദിച്ചു ഇതൊക്കെ പറഞ്ഞ് തടവാട്ടെ രാത്രി. അങ്ങനെ സാരില്ലായിട്ട് കുഴപ്പമില്ല, എനിക്ക് വേദന എടുത്തില്ല. ഇവിടെ മരവിച്ചിരിക്കുവായിരുന്നു. പിറ്റേ ദിവസമായി വേദന എടുത്തത്. ഞങ്ങൾക്ക് റാണി എന്ന് പറഞ്ഞ കുതിര ഉണ്ടായിരുന്നു. അടുക്കള വരും, അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാവും. പിന്നെ തള്ളി ഇവര് തന്നെ പിന്നെ ഫയർഫോഴ്സ് തന്നെ അതിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ. ഇതെങ്ങാനും ഇവള് വാലുറന്ന അകത്ത് കയറി അരിയും ചാക്ക് കണ്ടു ഇനി എന്ത് തിന്നും. പിന്നെ പിടിച്ചു വലിച്ചാലോ ഒന്നും നീങ്ങൂല്ല, ഇങ്ങനെ നിൽക്കുകയല്ലേ, കുതിരയുടെ പവർ എന്നൊക്കെ പറയില്ലേ. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ഈ ഒരു പയ്യൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളെയൊക്കെ നോക്കാൻ നിൽക്കാന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം വന്നപ്പോൾ ഇവന് ഇങ്ങനെ കൈ നീര് വെച്ചിരിക്കുക രാത്രി. ഞാൻ പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ വീണ കേട്ടാന്ന് തോന്നി. രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒടിഞ്ഞിരിക്കുക. പിന്നെ അത് പ്ലാസ്റ്റർ അടിച്ചിട്ട് ഇവിടുന്ന് ടാക്സി വിളിച്ച് അവനെ അടിമാലിൽ എത്തിച്ച് അവൻ്റെ വീട്ടിലെത്തിച്ച് കുറെ കഴിഞ്ഞ് പിന്നെ ഇത്ര കാര്യമാണല്ലോ.